So welcome students. The next topic is torque on current loop. അപ്പോൾ ഇതുവരെയും നമ്മളൊരു സിംഗിൾ കണ്ടക്ടർ, ഒരു ക്ലോസ്ഡ് കണ്ടക്ടർ ആയിരുന്നില്ല പഠിച്ചത്. ഇനി അടുത്തത് നമുക്ക് ഒരു റെക്റ്റാങ്കുലർ കണ്ടക്ടർ അഥവാ ഒരു ലൂപ്പ് എന്ന് നമുക്ക് പറയാം. ഇപ്പം ഇവിടെ നമുക്ക് PQRS എന്ന് പറയുന്ന ഒരു റെക്റ്റാങ്കുലർ ലൂപ്പ് ഉണ്ട്. ഈ റെക്റ്റാങ്കുലർ ലൂപ്പിൽ കൂടി കറന്റ് ഉണ്ട്. മനസ്സിലായോ? And it is placed in an external magnetic field B. ഓക്കെ, ഇനി ഈ മാഗ്നറ്റിക് ഫീൽഡിൽ കറന്റ് ക്യാരിയിങ് ലൂപ്പ് വെച്ചിരിക്കുന്നത് കൊണ്ട് വാട്ട് ഹാപ്പൻസ്, ഫോഴ്സ് വിൽ ബി ഡെവലപ്പിംഗ് ഓൺ ഓൾ സൈഡ്സ്. ഇപ്പൊ PQ എന്ന് പറയുന്ന സൈഡിൽ F1, QR F2, RS F3, PS F4. So 4 types of force are developing, and you can see that F2 and F4 they are equal and oppositely directed forces. അപ്പോൾ ഇവർ തമ്മിൽ മ്യൂച്വലി ക്യാൻസൽ ചെയ്തു പോകും. കാരണം അവരുടെ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ എന്ന് പറയുന്നത് കൊണ്ട് അത് ക്യാൻസൽ ചെയ്തു പോവുകയാണ്. ഇനിയുള്ളത് റിമൈനിങ് ഫോഴ്സസ് എന്ന് പറയുന്നത് F1 ആൻഡ് F3 ആണ്. ആൻഡ് വാട്ട് ഈസ് ഹാപ്പനിങ്, വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് F1 ആൻഡ് F3? F1 ഈസ് opposite in direction to magnetic field and F3 is in the direction of magnetic field. അല്ലെ? അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ F1ന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ പ്ലെയിൻ ഓഫ് ദ പേപ്പറിൽ നിന്ന് പുറത്തേക്ക്, F3 എന്ന് പറയുന്നത് പ്ലെയിനിന് ഉള്ളിലേക്ക്. അപ്പൊ നിങ്ങൾ പിടിച്ചിരിക്കുന്ന ഒരു പേപ്പർ ഷീറ്റിന്റെ ഒരെൻഡ് നിങ്ങൾ താഴേക്കും മറ്റൊരെൻഡ് മുകളിലേക്കും ആക്കി കഴിഞ്ഞാൽ വാട്ട് വിൽ ബി ഹാപ്പനിങ്? ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ വിൽ ബി tilted, അല്ലെ? അപ്പൊ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ F1ഉം F3ഉം ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് വിൽ ബി ദ റൊട്ടേഷൻ ഓഫ് ദാറ്റ് ഷീറ്റ് ഓഫ് പേപ്പർ. സോ ലൈക്ക് വൈസ് ഈ PQRS എന്ന് പറയുന്ന ഈ ലൂപ്പില് F1 ആൻഡ് F3യുടെ ഡയറക്ഷൻസ് ഇൻ ടു ദ പ്ലെയിൻ ആൻഡ് ഔട്ട് ടു ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ ആയതുകൊണ്ട് ദ റിസൾട്ട് ഇറ്റ് ഇസ് ദാറ്റ് ദിസ് റെക്ടാങ്കുലർ ലൂപ്പ് വിൽ സ്റ്റാർട്ട് റൊട്ടേറ്റിംഗ്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന ലൂപ്പിൽ ആക്ട് ചെയ്യപ്പെടുന്ന ടോർക്ക് അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ടോർക്ക് ഇസ് ഈക്വൽ ടു R ക്രോസ് F, ജനറൽ എക്സ്പ്രഷൻ. ഇതിൽ R എന്ന് പറയുന്നത് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന പോയിന്റിൽ നിന്നും ആക്സിസ് ഓഫ് റൊട്ടേഷൻ വരെയുള്ള അകലമാണ് R എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ റെക്ടാങ്കുലർ ലൂപ്പിനെ നമുക്ക് ഒരു B ലെങ്ത്തും A ബ്രെഡ്ത്തുമായിട്ട് എടുക്കാം. അതായത് QR എന്ന് പറയുന്ന ഡിസ്റ്റൻസ് A ആണ്, അഥവാ PS എന്ന് പറയുന്ന ഡിസ്റ്റൻസ് A ആണ്. ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ കണ്ടക്ടറിന്റെ നടുവിൽ കൂടിയുള്ള കണ്ടിന്യൂസ് ലൈൻ ആണ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആയിട്ട് വരുന്നത്. അപ്പോ ഈ ആക്സിസിൽ നിന്നും ഈ എഡ്ജിലേക്ക് F3 ആക്ട് ചെയ്യുന്ന എഡ്ജിലേക്കുള്ള ഡിസ്റ്റൻസ് അഥവാ ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ നിന്ന് F1 എന്ന ഫോഴ്സ് ആക്ട് ചെയ്യുന്ന എഡ്ജിലേക്കുള്ളത് ഈ ഡിസ്റ്റൻസ് ആണ്. ആ ഡിസ്റ്റൻസ് വിൽ ബി ഹാഫ് ദ ലെങ്ത് ഓഫ് ദ ബ്രെഡ്ത്ത്, ദാറ്റ് ഇസ് A/2. സോ ഡിസ്റ്റൻസ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ടു ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്ന R A/2 ആയിട്ട് മാറും. മനസ്സിലായോ? സോ ടോർക്ക് ഇസ് ഈക്വൽ ടു R ക്രോസ് F, അതായത് RF സൈൻ തീറ്റ, ഓർ ഇറ്റ് ഇസ് ഈക്വൽ ടു F1 ഇൻറ്റു A/2 സൈൻ തീറ്റ. അപ്പൊ ഇവിടെ തീറ്റ എന്ന് പറയുന്നത് ദ ജനറൽ ആംഗിൾ മെയ്ഡ് ബൈ ദ ആക്സിസ് ഓഫ് ദ ലൂപ്പ് ഓർ വിത്ത് ദ മാഗ്നറ്റിക് ഫീൽഡ്. ഇതാണ് ആക്സിസ് ഓഫ് ദ ലൂപ്പ് എന്ന് പറയുന്നത്, ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ നമ്മളൊരു ജനറൽ പൊസിഷൻ എടുത്തിരിക്കുകയാണ്, അതാണ് ആംഗിൾ തീറ്റ എന്ന് എടുക്കാൻ കാരണം. സിമിലർലി അക്രോസ് ദ സൈഡ് RS ആണ് F3 ഇൻറ്റു A/2 സൈൻ തീറ്റ. And we know that along the PQ and RS same amount of current is passing, so same amount of force is exerted, so F1 will be equal to F3 can be written as capital F, and force along a straight conductor is BIL. ഓർക്കുന്നുണ്ടോ? BIL. അതില് ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ എന്ന് പറഞ്ഞ് നമ്മൾ എടുത്തത് എന്താണ്? ലെങ്ത് വി ടേക്ക് ഇറ്റ് ആസ് സ്മോൾ b. സോ കറന്റ് ഇൻറ്റു ലെങ്ത് ഓഫ് ദ കണ്ടക്ടറിന് പകരം സ്മോൾ b ഇൻറ്റു മാഗ്നറ്റിക് ഫീൽഡ്. ഗോട്ട് ഇറ്റ്? സോ ഈ F1 F3ക്ക് പകരം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് എന്താണ്? I ഇൻറ്റു സ്മോൾ b ഇൻറ്റു ക്യാപിറ്റൽ B ഇൻറ്റു കോമൺ ടേംസ് ആർ A/2 സൈൻ തീറ്റ. Okay, so A/2 plus A/2 is A,
So the expression becomes I into small b into capital B into small a sin theta. So a into b, that is length into breadth അല്ലെ. ബി എന്ന് പറയുന്നത് ലെങ്ത്തും എ എന്ന് പറയുന്നത് ബ്രെഡ്ത്തുമാണ് റെക്ടാങ്കുലർ ഫ്രെയിമിന്റെ. സോ എ ഇൻറ്റു ബി വിൽ ബി ഏരിയ ഓഫ് ദ ഫ്രെയിം. സോ ദാറ്റ് ഇസ് ഐ എ ബി സൈൻ തീറ്റ. ആൻഡ് വാട്ട് ഇസ് ഐ ഇൻറ്റു എ? പ്രോഡക്റ്റ് ഓഫ് കറന്റ് ആൻഡ് ഏരിയ ഈസ് മാഗ്നറ്റിക് മൊമെന്റ് സ്മോൾ എം. സോ ഇറ്റ് ബിക്കംസ് എം ബി സൈൻ തീറ്റ, ഓർ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എം ക്രോസ് ബി. മനസ്സിലായോ? എം ക്രോസ് ബി എന്നുള്ളതാണ് ടോർക്ക് ആക്ടിങ് അലോങ് എ റെക്ടാങ്കുലർ ലൂപ്പ്. സോ ദാറ്റ് ഈസ് ദ ജനറൽ കേസ്. ആൻഡ് for the special case, if the magnetic field is in the plane of the loop, മാഗ്നറ്റിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിൽ അലൈൻ ചെയ്തിട്ടാണ് ലൂപ്പ് നിൽക്കുന്നതെങ്കിൽ ആംഗിൾ ബിക്കം 90 ഡിഗ്രി. സോ ദിസ് ടോർക്കിന്റെ എക്സ്പ്രഷനിൽ വരുന്ന സൈൻ തീറ്റ ബിക്കം സൈൻ 90. സോ ദാറ്റ് ഇസ് 1. സോ എക്സ്പ്രഷൻ ഫോർ ടോർക്ക് ബിക്കംസ് ഐ ഇൻറ്റു സ്മോൾ ബി ക്യാപിറ്റൽ ബി ഇൻറ്റു എ, ഓർ ഇക്വേഷൻ റെഡ്യൂസസ് ആസ് എം ഇൻറ്റു ബി. Okay, so this is the reason why the torque tries to bring the coil along the direction of the magnetic field. ഈ ഒരു കണ്ടക്ടറിനെ അല്ലെങ്കിൽ ഒരു ഡൈപോളിനെ എക്സ്റ്റേണൽ ഫീൽഡുമായിട്ട് അലൈൻ ചെയ്യാൻ നോക്കാനുള്ള കാരണം, ടോർക്ക് കാരണം ഇത് റൊട്ടേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഈ അൺസ്റ്റേബിൾ പൊസിഷനിൽ നിന്ന് ഒരു സ്റ്റേബിൾ പൊസിഷനിലേക്ക് കൊണ്ടുവരാനാണ് ഇത് റൊട്ടേറ്റ് ചെയ്യിക്കുന്നത്. ആ റൊട്ടേറ്റ് ചെയ്യിക്കാനുള്ള കാരണം എന്താണ്? ഇറ്റ് വിൽ ബി ഹാവിങ് മിനിമം ടോർക്ക്. ഓക്കെ, now the next one is the circular current loop as magnetic dipole. നമുക്ക് സർക്കുലാർ കറന്റ് എന്ന് പറയുന്നത് ബയോട്ട് സാവേർട്സ് ലോയുടെ ആപ്ലിക്കേഷനിൽ നമ്മളൊരു സർക്കുലാർ കോയിലിന്റെ കേസ് പഠിച്ചു. സർക്കുലാർ കോയിൽ ഈസ് ക്യാരിയിങ് എ കറന്റ് ആൻഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് എക്സ് വി കാൽക്കുലേറ്റഡ് ദ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആസ് μ0 I a square divided by 2 into a square plus x square whole raised to 3/2. അതില് നമ്മൾ എടുത്ത പോയിന്റ് പി, if it is at so much large distance, the radius of the coil can be avoided, can be neglected. അപ്പൊ അങ്ങനെയുള്ള കേസിൽ 2 into x square raised to 3/2 എന്നാകും. അപ്പോൾ 2 into x cube എന്നാകും ആ ഇക്വേഷൻ. സോ എക്സ്പ്രഷൻ ഫോർ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സർക്കുലാർ ലൂപ്പ് അറ്റ് എ ലാർജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എടുക്കാം? μ0 I a square divided by 2x cube. നൗ നമുക്ക് കുറച്ച് മോഡിഫിക്കേഷൻസ് വരുത്താം. 2π വെച്ച് ഡിവൈഡ് ചെയ്യുകയും മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്യുകയാണ്. അപ്പൊ 2π വെച്ച് ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യു ആർ ഗെറ്റിംഗ് 2π a square. വാട്ട് വാസ് സ്മോൾ a? റേഡിയസ് ഓഫ് ദ ലൂപ്പ്. അപ്പോ 2 into leave the 2 pi into a square. Pi into a square എന്ന് പറയുന്നത് ഒരു സർക്കുലാർ ലൂപ്പിന്റെ ഏരിയയാണ് അല്ലെ. അപ്പോ μ0 I into 2 into ഏരിയ. ഏരിയ ഇൻറ്റു കറന്റ് ഇവിടെ നമുക്ക് ന്യൂമറേറ്ററിൽ കിട്ടും. ദാറ്റ് ഈസ് ദ മാഗ്നറ്റിക് മൊമെന്റ് എം, സ്മോൾ എം. ഓക്കെ, സോ ന്യൂമറേറ്റർ ബിക്കംസ് μ0 സ്മോൾ എം ഇൻറ്റു 2. അതാണ് ഇവിടെ μ0 2m ആയി മാറിയത്, ഡിവൈഡഡ് ബൈ 4π x ക്യൂബ്. ഈ ഇക്വേഷൻ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡിന്റെ കേസിൽ ഇത് μ0/4π എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നു. അതിനു പകരം ഇലക്ട്രിക് ഫീൽഡിൽ അത് 1/4π ε0 ആയിട്ട് വരുന്നു. 2m എന്ന് പറയുന്ന മാഗ്നറ്റിക് മൊമെന്റിന്റെ ട്വൈസ് ദ വാല്യൂ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയിൽ 2p ഉണ്ട്. ആൻഡ് ദ ഡിസ്റ്റൻസ് സെയിം എക്സ് ക്യൂബ് തന്നെ വരുന്നു. അപ്പൊ ഈ രണ്ട് ഇക്വേഷനും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് ഫീൽഡ് ഡ്യൂ ടു ഡൈപോൾ അലോങ് ആക്സിയൽ ലൈൻ ആയിരുന്നു. ഫീൽഡ് ഡ്യൂ ടു ഡൈപോൾ, മനസ്സിലായോ? അപ്പൊ ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ഡൈപോളിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണെങ്കിൽ ദിസ് ഇക്വേഷൻ ഓൾസോ ക്യാൻ ബി ട്രീറ്റഡ് ആസ് ദ ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു എ ഡൈപോൾ. അതെന്താണ്? ഒരു സർക്കുലാർ ലൂപ്പാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എന്ത് പ്രൂവ് ചെയ്യാം? സർക്കുലാർ
കറന്റ് സർക്കുലർ ലൂപ്പ് എന്തായിട്ട് ബിഹേവ് ചെയ്യുന്നു? ഒരു മാഗ്നറ്റിക് ഡൈപോൾ ആയിട്ടും ബിഹേവ് ചെയ്യുന്നു. ഇതുപോലെ തന്നെ ഇക്വറ്റോറിയൽ ലൈനിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ ആണ് 1/4πε0 p/x³. അത് ഇതേപോലെ തന്നെ നമ്മൾ ഡിറൈവ് ചെയ്ത് വന്നു കഴിയുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ കേസിലും നമുക്കൊരു ഇക്വേഷൻ കിട്ടും, μ0 m/4πx³. സോ എഗെയിൻ ഡൈപോളിൻ കാരണം കൊണ്ടുള്ള ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻസ് തന്നെയാണ് ഇവ രണ്ടും. സോ എഗെയിൻ വി ആർ പ്രൂവിങ് എ സർക്കുലർ ലൂപ്പ് ക്യാൻ ബിഹേവ് ആസ് എ magnetic dipole. So this is the proof also why how a circular loop is behaving. Circular loop is behaving as a magnetic dipole when it is carrying current. Okay, that's important. Now the next one is magnetic dipole moment of a revolving electron. We can take it in the next class. Thank you.